എല്ലാം റെഡിയാണല്ലോ? റെഡിയാ. ഓക്കെ ആണോ? ഓക്കെ. എല്ലാം സെറ്റല്ലേ? കൈയും കാലും മറക്കുന്നുണ്ട്, അതെന്താന്ന് അറിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഞാൻ ടെൻഷൻ അടിക്കാനുള്ളത് ഞാൻ അടിച്ചോളാം. നിങ്ങളൊരു കാര്യം പറഞ്ഞു, കണ്ടമാനം ജനങ്ങൾ വന്ന് മറിഞ്ഞിട്ടുണ്ട്. ഇവനൊക്കെ വീട്ടിൽ കിടന്നുറങ്ങിക്കൂടെ, എന്തിനാണ് ആ മനുഷ്യനെ അന്തരാളപ്പെടുത്താനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്? ഒരു പണിയില്ലാതെ വന്നിരിക്കുകയാണ്. ഇവിടെ വരൂ. ഞാനൊരു പ്രധാന കാര്യം പറയാൻ വേണ്ടിയാണ് വിളിച്ചത്. ഇതോടുകൂടി നമ്മൾ ഏകദേശം ഒരു 25 നാടകം നമ്മൾ കളിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈശ്വരാധീനം കൂടുതലുള്ളത് കൊണ്ടാണോ അതോ വീട്ടിലിരിക്കുന്നവരുടെ പ്രാർത്ഥന കൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല. ഈ 25 നാടകവും 8 നിലയിൽ പൊട്ടി. പക്ഷേ ഇന്നത്തെ നാടകം ഒരു സംശയം വേണ്ട, ഇതും പൊട്ടും. അതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഞാൻ കണ്ടിട്ടാണ് ഈ നിൽക്കുന്നത്. ഉള്ളെരിഞ്ഞ് നിൽക്കുകയാണ്. വേറെ വിഷയമുണ്ട്. എന്താ വിഷയം? നമ്മുടെ മെയിൻ ചേകാര വേഷം ചെയ്ത രമേശ ഇല്ലേ, അവൻ വന്നിട്ടില്ല. രമേശൻ വന്നില്ല. ഓരോ പ്രാവശ്യവും നാടകം പൊളിയുമ്പോൾ സംഘാടകർ വന്ന് നമ്മളെ അടിക്കുകയാണ്. ഇതൊരു കാരണം. ഇന്ന് നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് മേടിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. ഈ നാശം പിടിച്ചവൻ എവിടെ പോയി കിടക്കാം? എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അവരെ ഒന്ന് വിളിച്ചിട്ട് സതീശൻ വാടാ. അഥവാ രമേശൻ വന്നില്ലെങ്കിൽ അവൻ ചെയ്യുന്ന വേഷം കൂടെ നീ ചെയ്യണം. വേഷം ഏതെന്നറിയാലോ? പറ. കപ്പുണ്ണ ചേകവർ. കപ്പുണ്ണ ചേകവർ അല്ലടാ, കണ്ണപ്പ ചേകവർ. കണ്ണപ്പയാലും ചീരച്ചട്ടയാലും ചെയ്താ പോരെ? നീ തൊലയ്ക്കൂത്. കണ്ണപ്പ ചേകവര്. കണ്ണപ്പ ആരും പേടിക്കണ്ട, ആരും പേടിക്കണ്ട. നമ്മുടെ ചേകവരുടെ വേഷം കിട്ടുന്ന രമേശൻ വന്നിട്ടുണ്ട്. അടിച്ച് ഫിറ്റ് ആയിട്ട്. ഓൾ ആർട്ടിസ്റ്റ് ഇവിടെ വരും. മണിയാസൻ ഒരു ആഗ്രഹം പറയാനുണ്ട്. ഈ സീസണിന്റെ നാടകം കഴിയുമ്പോൾ ആശാൻ ഒരു കാറ് വാങ്ങിക്കും. ആശാനെ കാറ് മേടിക്കുമ്പോഴേ അതിനകത്തുള്ള ജീരകമുട്ടായി എനിക്ക് തരൂ. ഞാൻ അത്രയ്ക്ക് ഊളയാണോ? ഞാനൊരു സമിതിയുടെ മുതലാളിയാണ്. എനിക്കൊരു കാർ മേടിക്കുന്നത് എന്താണ് കുഴപ്പം? എന്താ എന്നെ കളിയാക്കുന്നത്? ഞാൻ കാർ വാങ്ങിക്കും പറഞ്ഞാൽ ഞാൻ കാർ വാങ്ങിക്കും. അത് വീട്ടിലിരിക്കുന്ന സൈക്കിളിന്റെ ഒരു ടയർ മേടിച്ചിടി. ഹലോ നാടകക്കാരെ, നിങ്ങക്ക് ആഹാരം എപ്പോഴും വേണം? ആഹാരം നാടകം കഴിഞ്ഞു മതി. നമ്മുടെ നാടകം കഴിഞ്ഞിട്ടാണ് ഇന്നാടകം തന്നെ. കഴിക്കോ ഓടുവോ? നീയൊക്കെ ഓടിയാലും ഞാൻ കഴിച്ചിട്ടേ പോകൂ. വരവൊക്കെ, നടപ്പൊക്കെ, വാള് പൊക്കം ഒക്കെ. ഇനി തിരുവായെടുത്ത് എന്തേലും ഒന്ന് 2 ഡയലോഗും ഒഴിഞ്ഞാലും എന്റെ ലോവനാർ കോവിലിന്റെ അമ്മച്ചിയാണ് സത്യമായിട്ട് ഞാൻ പറയണേ. എന്റെ കൂടി അംഗത്തിന് വരണ പയലുകളെയൊക്കെ തല ഞാൻ വെട്ടി അരിഞ്ഞ് ഇവിടെ ഇടും. ഈ എന്റെ കയ്യിലിരിക്കുന്നത് വാളാണല്ലോ, നാക്ക് വഴിക്കാനുള്ളതല്ല കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറയണേ, കള്ള പയലുകളെ. ജിതേന്ദ്ര വർമ്മ ഒന്നിവിടെ വരും. ജിതേന്ദ്ര വർമ്മ, താങ്കൾ പലപ്പോഴും എന്നോട് ചില സംശയങ്ങളൊക്കെ ചോദിക്കാറില്ല. നമ്മൾ നാടകം കഴിക്കുന്നിടത്തെല്ലാം നമുക്ക് എന്തിനാണ് ചുമ്മാതെ ഈ ഇടി കിട്ടുന്നെന്ന്. ഇതാണ് മൂല കാരണം. വള്ളുവനാട ഭാഷയിൽ പറയേണ്ട ഡയലോഗാണ് കളിക്കേളയെടുത്ത് മേഞ്ഞേക്കുന്നത്. നിന്നെ ഞാൻ എന്തോ ചെയ്യണം, 100 തവണ ഞാൻ പറഞ്ഞില്ലേ, ഇത് വള്ളുവനാടൻ ഭാഷയിൽ പറയേണ്ട ഡയലോഗാണിത്. മനസ്സിലായോ? അല്ലാതെ കളിക്കവള ഭാഷയിലല്ല ഇത് പറയേണ്ടത്. എന്താണ് കുഞ്ഞെ എന്നെ ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്നത്? ഒരു സമ്മതി ഇട്ടത് എന്റെ തെറ്റാണോ? നിന്നെയൊക്കെ തീറ്റിപ്പൊട്ടിട്ട് 5-6 പോത്തുകളെ. ഇനിയെങ്കിലും മര്യാദക്ക് വള്ളുവനാടൻ ഭാഷ പറയാൻ പഠിക്കേ. മനസ്സിലായോ? എടി വള്ളുവനാടാനാണ് പറയേണ്ടത്. മനസ്സിലായി? അച്ഛനെ അവ കറിഞ്ഞുകൊടുത്തോണ്ടല്ലേ നാടൻ തുടങ്ങി. ഇനി സമയമുണ്ടല്ലോ, നിങ്ങളെ ഡയലോഗ് ഒന്ന് നോക്കൊന്ന് പറഞ്ഞു. ഇനി സമയമുണ്ടല്ലോ. നിങ്ങൾക്കറിയാവോ 17 ദിവസമാണ് ഞാൻ ക്യാമ്പ് ഇട്ടത്. 17 ദിവസം. ഇനി 1 മണിക്കൂർ സമയത്ത് ഇവർ എന്ത് പഠിക്കാനാണ്? മര്യാദക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്താൽ മതി. അച്ഛൻ ഒന്ന് പറഞ്ഞോളൂ, അവള് ചെയ്യും. ഞാൻ പറഞ്ഞു കൊടുക്കണം? ചെയ്തോളൂ. നീ കല്യാണം കഴിക്കാതിരിക്കുന്ന പെണ്ണല്ലേ? അവിടെ ഭാഗത്തുനിന്നുള്ള മിസ്റ്റേക്ക് അല്ലേ? നീ പറഞ്ഞു കൊടുത്താൽ മതി. അവള് ചെയ്തോളൂ. ഒരു വട്ടം ആർച്ചേ, ഇങ്ങ അടുത്ത് വരൂ. ഞാൻ എന്താണ് ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞു? ഞാൻ എന്ത് ചെയ്യണം? നീ പറ ഞാൻ എന്ത് ചെയ്യണം? ഒരു ഭാഷ എന്ത് വള്ളുവനാടൻ ഭാഷ പറയാൻ പറഞ്ഞപ്പോ ഇത് എന്തരാ നീ കാണിക്കുന്നത്? പറയുമോ? ഒരു വട്ടം വള്ളുവനാടൻ കളിക്കാവള വിട്. വള്ളുവനാടൻ പിടിച്ചോ. ആർച്ചയാണ്. ആശാനെ നോക്ക്.
മൂർച്ച എല്ലാം കൂടി എന്നെ കൂടെ തെറ്റിക്കുകയാണോ ഇത്? ഓക്കെ ആർച്ചേ ഇങ്ങ അടുത്ത് വരൂ. ഞാൻ എന്തിനാ അങ്ങോട്ട് വരണേ? ഓക്കെ തൃശ്ശൂർ എത്തിച്ചിട്ടുണ്ട്. ഒരൊറ്റ ജില്ലയും കൂടെ ചാടിയാൽ വള്ളുവനാടായി. ഓക്കെ ഒറ്റ ജില്ലയോടെ ചാടിയാൽ മതി. ഒറ്റ ജില്ലയോടെ ചാടിയാൽ മതി, വള്ളുവനാടായി. ഓ തൃശ്ശൂർ വരെ എത്തിച്ച പാട് ഇരിക്കുന്ന ആർച്ചേ ഇങ്ങ അടുത്ത് വരൂ. ശത്രു സൈന്യം പാളയം വളഞ്ഞു കഴിഞ്ഞു. അതിന് നമ്മൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? പാളയം വളഞ്ഞെങ്കിൽ നമുക്ക് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ചെന്ന് ഒളിച്ചിരിക്കാം. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാണ്. ഈ കല്യാണം കഴിക്കാൻ പോണ പെണ്ണെന്ന് പറഞ്ഞ് നാട്ടുകാരടി മൊത്തം നമ്മളുള്ളൂ. അത് കുഴപ്പമില്ല, തട്ടിക്കയറുമ്പോ അവളെ മട്ട് മാറിക്കോളൂ. തട്ടുകയറിയില്ലെങ്കിൽ ഇങ്ങനെ വന്നിട്ട് നാട്ടുകാരെ മട്ട് മാറും. നിനക്ക് 2 വേഷം ഉണ്ടായിരുന്നു. 2 വേഷം ഉണ്ട്. എന്റെ വാൾപ്പേറ്റ് നിനക്കറിയാം. ആദ്യം അത് പഠിക്കാൻ നോക്ക്. അവളെ ഞാൻ പഠിപ്പിച്ചോളാം. അത് എന്നാ എന്റെ വാളെവിടെ? എന്റെ വാളെവിടെ? ഈ ട്രൂപ്പിൽ എനിക്കൊരു വാളില്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ നിർത്തുവാടേ ഈ കോപ്പ് നിർത്തുക. മടുത്ത് കറക്റ്റ് ചെയ്യാം. ഇതെന്താ ഇത്? എല്ലാരും കൂടി ഞാൻ ഒരുത്തനെ ഉള്ളു. അല്ല വാൾപ്പേറ്റ് നോക്ക്. എന്റെ വാള് കിട്ടിയാ ഞാൻ ചെയ്യാം. വാള് വെച്ച് വിടറാവന്. എന്തൊരു വാളെന്ന് കിടന്ന് പിടിക്കുന്നതാ? എനിക്ക് വേണ്ട ഇത്. ഒരു വാള് കൊണ്ട് 58 ആളും ഉണ്ട്. സമിതി ആക്ഷേപിക്കരുത്. എന്താ സമിതി ആക്ഷേപിക്കരുത്? യുദ്ധത്തിന് പോണോ? യുദ്ധം. ആശാനെ അവൻ വാളെടുത്ത് ആശാൻ നോക്കി നോക്കിയതാ. വാളെടുക്ക്. വാളെടുക്കാൻ വാളെടുത്തോണ്ട് വാ. എന്തിന്? അംഗം വെട്ട് നോക്ക്. അവന്റെ ടൈമിങ് നോക്കണം. അത് പറഞ്ഞാ പോലെ. സൂപ്പർ ആയിരിക്കും. അയ്യോ അതന്നെ ഇതെന്നെ പരിപാടിയാണ് ഇത്. എന്റെ വളന്ത ഇങ്ങനെ വളഞ്ഞിരിക്കുന്നു. അവന്റെ വളമാണ് നേരെ നിൽക്കുന്നു. എന്താണ് എന്റെ വളം ഇങ്ങനെ? നാട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ നാണക്കേട് പറയില്ലേ? മെയിൻ രാജാവിന്റെ വാള് വളഞ്ഞിരിക്കുന്നു. അവന് ഇതെങ്ങനെ സംഭവിച്ചാടാ? ഇന്നലെ ക്യാമ്പിൽ മഴ പെയ്തില്ലേ? മഴ പെയ്തു. ടാർപ്പേന്റെ ഇടയിൽ കൂടെ വെള്ളം ഇറങ്ങി വാളിൽ വീണ് വാള് വളഞ്ഞു പോയതാണ്. ഇതൊക്കെ സൂക്ഷിക്കണ്ടേ? നീ സൂക്ഷിക്കണ്ടേ? ഇത് സൂക്ഷിക്കാം. ആശാൻ തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് വേറെ വാളുണ്ടാക്കാം. രാജന് പേടിയുണ്ടോ? യുവരക്തം വന്ന് വെല്ലുവിളിക്കുമ്പോൾ രാജന്റെ കാല് വിറയ്ക്കുന്നുണ്ട്. എന്തിനാ സാർ എന്നെ അടിച്ചത്? സോറി ഒരല്പസമയം എന്റെ റിലേ വിട്ടുപോയി. അതായത് തെറ്റാതെ ആര് ഡയലോഗ് പറഞ്ഞാലും എനിക്ക് കോംപ്ലക്സ് അടിക്കും. അങ്ങനെ ശീലമായി പോയതാ. സോറി. മൈ മിസ്റ്റേക്ക്. അപ്പോ ദേശിച്ച് നിൽക്കുന്ന ഗുരുക്കളെ ചേകവർ ആഞ്ഞു വെട്ടുന്നു. അവിടെ വെട്ടണ്ട, അവിടെ ജന്മനാ വെട്ടുള്ളതാ. നല്ല കളി. നീ എന്താ ഗുരുക്കൾക്ക് ബോഡി സ്പ്രേ അടിച്ചു കൊടുക്കണം? അവൻ വെട്ടുന്ന കണ്ടിട്ടില്ലേ? ആഞ്ഞു വെട്ടണം. പിന്നെ ആശാനെ ആശാ എന്നും ചെയ്യുന്നല്ലേ ഇത്? ഈ വെട്ടുകൊള്ളുമ്പോ അങ്ങനെ പഴം കണക്ക് നിൽക്കരുത്. പിന്നെ ആശാനെ വെട്ടുകൊള്ളുമ്പോ ഒരു വികാരമൊക്കെ വേണ്ടേ? ആശാനെ വെട്ടുകൊള്ളുമ്പോ വികാരം വേണ്ടേ? വികാരവും വേണം. ഇത് പറയണ്ടേ? അത് വെട്ടറാം. എവിടെ വെട്ടറാ? മുതുകില് വെട്ടറാ. മണ്ണ് വാരിയിട്ട് വെട്ടറാ. വെട്ടി തൂളിക്കടാ. ഒറ്റ വെട്ടിന് 12 പീസ് ആക്കടാ. 12 പീസ് ആക്കടാ. നിർത്ത് മതി. വികാരഭരിതമായില്ലേ? അടിപൊളിയായിരുന്നു. സൂപ്പറായിരുന്നു. പിന്നെന്താ വേണം? ഒന്നും വേണ്ട. അടിപൊളി. ഗുരുക്കൾ യെസ്. അടുത്ത വരാൻ പോകുന്നതിന്റെ 18ാമത്തെ അടവാണ്. ആ അടവൂടെ കഴിയുമ്പോ നിന്റെ ഫോണിന്റെ EMI കഴിയോടാ? ഇതിനെന്തോന്ന് ചെയ്യണം? ഞാൻ കളിക്കുന്നില്ല കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറയാം. ഒരു മനുഷ്യനെ തിക്കട വെട്ടിക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട്. ആളുകൾ വയലന്റ് ആവുന്നു. വയലന്റ് ആയാൽ നമ്മളങ്ങ് സൈലന്റ് ആകണം. അല്ലാതെ എന്തായാലും നാടകം കളിക്കാൻ ഇവിടുന്ന് പോയി പഠിക്കാൻ ഒക്കില്ലെന്നാണ് തോന്നുന്നത്. അനൗൺസ്മെന്റ് തുടങ്ങാം. ഞാൻ ചെക്ക് ചെയ്യാം. ഹലോ
ആശാനെ നീ അനൗൺസ് ചെയ്ത നാടകം നടക്കൊണ്ട് നീ അനൗൺസ് ചെയ്യും. ഇങ്ങോട്ട് മാറി, ഞാൻ ചെയ്തോളാം. എന്റെ ശബ്ദം എങ്ങനെയുണ്ട്? കൊള്ളല്ലേ? വേറെ ജീപ്പ് ഇങ്ങോട്ട് മാറ്. ഹലോ ഇയാളീ ഹലോ പ്രിയമുള്ളവരെ, തിരുവനന്തപുരം പുളിയിഞ്ചി തിയേറ്റേഴ്സിന്റെ നാടകം ആരംഭിക്കുന്നു. അതിനു മുമ്പ് ഒരു സന്തോഷ വാർത്ത. 2025 ജൂലൈ ആദ്യവാരം മുതൽ അണ്ണ സമ്മതി വിടണ അണ്ണ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടു. വിട്ടായിരുന്നു, ഞാൻ രക്ഷപ്പെട്ടായിരുന്നു. നീ കൂടെ അങ്ങ് പോയായിരുന്നു, ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യാൻ. ബാക്കി പറയണോ അത്? ആക്കി പറ. അനൗൺസ് ജൂലൈ ആദ്യവാരം മുതൽ LED വാളിന്റെയും ഞങ്ങളുടെ കൂടെ സുരക്ഷ മുൻനിർത്തി ബുള്ളറ്റ് പ്രൂഫ് ഫ്രണ്ട് കത്തിന്റെയും അകമ്പടിയോടുകൂടി ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ നാടകം ജീവിതം ഒന്നേ ഉള്ളൂ. അതെന്താണ് അങ്ങനത്തെ പേര്? നാട്ടുകാരോട് അറിയട്ടെ നമ്മളെ ബുദ്ധിമുട്ട്. ആശാനെ ആശാനെ സ്റ്റേജിന്റെ പിറകിൽ അടി, സ്റ്റേജിന്റെ പിറകിൽ പൊരിഞ്ഞടി. എന്റെ അമ്മേ. All artists, come on. നമുക്കുള്ള അടി പുറകിൽ തുടങ്ങിക്കഴിഞ്ഞു. അത് സ്റ്റേജിലേക്ക് വ്യാപിക്കുന്നതിന് മുമ്പ് നാടകം തീർന്ന് എപ്പോഴും പായ്ക്കാ. ഞാൻ ഒന്നുകൂടെ ചോദിക്കുകയാണ്, നാടക ഡയലോഗ് അറിയാമെന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. ആശാനെ പറഞ്ഞൂടെ? അതിനി എന്റെ വായിന്നൂടെ കേൾക്കണമായിരിക്കും. ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ, അതിനാണ് ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ഞാനൊരു ബുദ്ധി പ്രയോഗിക്കും. സ്ക്രിപ്റ്റില്ലേ, നാടകത്തിന്റെ സ്ക്രിപ്റ്റ് ഈ ഹോമകുണ്ടത്തിൽ ഞാൻ കൊണ്ടുവയ്ക്കും. നാടക ഡയലോഗ് തെറ്റും എന്ന് തോന്നുന്ന സന്ദർഭത്തിൽ അല്പം മുന്നോട്ട് വന്ന് ന്യൂട്രൽ ഈ സാധനം നോക്കി അങ്ങ് പറഞ്ഞാ മതി. ഓക്കെ, ഇവിടെ ഞാൻ കൊണ്ടുവെക്കും. പിന്നെ ഒരു പ്രത്യേക കാര്യം മറക്കരുത്, സ്ക്രിപ്റ്റിന്റെ പേജ് മറിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഒരു പേജ് 2.5 മണിക്കൂർ വരെ ഇവിടെ നിന്ന് കളിക്കും. അങ്ങനെയുള്ള ടീമുകളാണ് എന്റെ കൂടെ ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഗുഡ് ഐഡിയ. ഇന്നെങ്കിലും നീ എന്നെ അംഗീകരിച്ചല്ലോ. സന്തോഷമുണ്ട്. എന്നാ തിരിയട് ഭക്തിയാനോടാ ഭക്തിയാനോടാ. പാട്ട് പാടടാ, പാട്ട് പാടാ, ഭക്തിയാനോടാ. പമ്പാ ഗണപതി പാട്ട് പാറിയപ്പോ പറയാറ്. ഫസ്റ്റ് ഇവന്മാരെ ഈ ഹോമൗണ്ട മാത്രം കത്തിച്ചില്ല, ബാക്കിയെല്ലാം സെറ്റ് ചെയ്ത്. ഇവന്മാരെ കൊണ്ട് വലിയ ശല്യമാണ്. ഓക്കെ, അപ്പൊ ഒന്നും പേടിക്കാനില്ല. അഥവാ എന്തെങ്കിലും തെറ്റിയാ ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ, സ്ക്രിപ്റ്റ് ഞാൻ ഹോമകൊണ്ട് ആണ്ട എന്റെ ലോവനാർ കോവിൽ അമ്മച്ചിയാണ് സത്യം. ഞാനുമായിട്ട് ഡങ്കം പിടിക്കും. ഡങ്കോ? ഞാനും കൂടി ഡങ്കം. ഞാനും കൂടി ഡങ്കം. ഞാനും കൂടി ഡങ്കം. അയ്യോ, ഞാൻ ഡങ്കം. ഞാനും കൂടി ഡങ്കം. പൊളിഞ്ഞു പോരാ. ഡങ്കം ഡങ്കം ഡങ്കം. എന്താവോ എന്തോ.
ആരാശാനെ? ഹലോ, അതെ, ഏകദേശം. ആ. അത്രയ്ക്ക് അങ്ങോട്ട് വേണോ? ഉവ്വ, കൊണ്ടുവരാം ഇപ്പഴ കൊണ്ടുവരാം. ആ ഉവ്വ, ഓക്കെ. സംഘാടകരാ വിളിച്ചത്. നാടകം ഗംഭീരമായുള്ള റിസൾട്ട് അവിടെ കിട്ടിയെന്ന്. അപ്പൊ അവരൊരു ചെറിയ തീരുമാനം എടുത്തു. എന്റെ നാക്കിൽ കൂടെ ശൂലം കുത്തിയിറക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൽ അവർ നിൽക്കുകയാണ്. ഇതെന്താ ചെയ്തൊക്കെ പാവം ഞാൻ എന്ത് ചെയ്തു ദൈവമേ. കഷ്ടോടാ. നീ അറിഞ്ഞോ, നീയൊക്കെ കാരണമാണ് എന്റെ നാക്കിൽ കൂടെ ശൂലം കുത്തി ഇറക്കുന്നത്. മനസ്സിലായോ? നമുക്ക് വേണ്ടി ആശ ഒരുപാട് സഹിക്കുന്നുണ്ടല്ലേ. നാക്കിക്കൂടെ ഒക്കെ ശൂലം കുത്തി ഭയങ്കര വേദനയായിരിക്കും ഇല്ലേ ആശാനെ? നല്ല വേദനയാണ്. പക്ഷെ നിങ്ങളെ കൂടെ വിളിച്ചോണ്ട് ചെല്ലാൻ പറഞ്ഞു. എന്തിനാ ആശാനെ? എന്റെ നാക്കേ മാത്രമേ ശൂലം കുത്തി ഇറക്കുന്നുള്ളൂ. നിന്റെയൊക്കെ ഏതൊക്കെ വഴിക്കൂടെയാണ് ശൂലം കുത്തി ഇറക്കണം എന്നുള്ള ചർച്ച ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആശാനെ വന്നാട്ടെ. അടിപൊളി